ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇന്നാണെങ്കിൽ വെറുതെ ഒന്ന് പുറത്തിട്ടിറങ്ങി എല്ലാം ഒന്ന് കാണാൻ വിചാരിച്ചു. മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ കാണാൻ വേണ്ടി നമ്മുടെ ദളവാപുരം പള്ളിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗബ്രൂട്ടനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഗബ്രൂട്ടന് നമ്മൾ പപ്പാജിയുടെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. പ്രിൻസൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുപോലെ തന്നെ പ്രിൻസി ആണെങ്കിൽ പിന്നെ അവിടെ ചെന്നതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളങ്ങനെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പള്ളിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ആഘോഷമാണ് കേട്ടോ. നമ്മൾ പക്ഷേ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പരിപാടിയൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് കുതിരസവാരി. പള്ളിയിൽ കുതിരസവാരി ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ദളവാപുരം പള്ളി. എനിക്ക് പള്ളിയുടെ വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോറ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ എനിക്ക് പള്ളിയുടെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല അടിപൊളി പള്ളി കേട്ടോ, സമാധാനം തരുന്നൊരു പള്ളിയാണ്. നമ്മൾ എവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൊരു പള്ളിയാണ് ഈ ദളവാപുരം പള്ളി എന്ന് പറയുന്നത്, കൊല്ലം. സൂപ്പർ സൂപ്പർ ഇനി സൂപ്പർ സൂപ്പർ. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരുന്നു, പ്രത്യേകിച്ച് ഡോറ. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഡോറയായിട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഡോറയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു, കാരണം അങ്ങനെ അധികം ഒന്നും പുറത്തോട്ട് പോകാറില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളാണെങ്കിൽ അടുത്ത പരിപാടിക്ക് പോവുകയാണ്. പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഡോറയുടെ സ്റ്റിച്ച് എടുക്കണം. നാളെ സമയം കിട്ടത്തില്ല. നമ്മളൊരു സർപ്രൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ സർപ്രൈസിൽ നിന്ന് നമ്മൾ പോകുമ്പം ഈ സ്റ്റിച്ചും വെച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പാരാത്രിക്ക് നമ്മൾ പോവാണ്. അതെ, കുറച്ച് ആൾക്കാർ കുറച്ച് നാൾ കൊണ്ട് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പർച്ചേസിനും കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ്. ഡോറയുടെ സ്റ്റിച്ച് എടുക്കണം. നമുക്ക് അവിടെ ചെന്നിട്ട് വെട്ടം വരും. നമ്മുടെ ലൈറ്റ് മാൻ ലുട്ടാപ്പി പിന്നെ അപ്പോൾ നമുക്കാണെങ്കിൽ നല്ല വേദനയുണ്ട്. ഇപ്പോൾ ഇന്ന് മെഡിസിൻ എടുത്തിട്ടില്ല, അതിൻ്റെ കുറച്ച് പെയിൻ ഉണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി ഒന്നും ചെയ്തില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ പോയതിന് ശേഷം കാണാം. പിന്നെ സ്റ്റിച്ച് എടുത്തതിന് ശേഷം പർച്ചേസ് ഉണ്ട്, അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഡോറയ്ക്ക് സ്റ്റിച്ച് എടുത്തുകൊണ്ടിരിക്കും. ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ചിരിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് പേടിച്ച് പോയി സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ഇടാനോ ഡ്രസ്സ് ചെയ്യാനോ ഒന്നും ഡോറയ്ക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ ഈ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പുള്ളിക്കാരി നന്നായി പേടിച്ചു. നന്നായെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്നുമില്ല. അത് കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല. കാരണം അതുപോലെ പേടിച്ചിരിക്കുകയാണ്. ഡോക്ടർ വരെ പേടിച്ചിരുന്ന് പോയി. കാരണം ഇങ്ങനെ തലയൊന്നും സ്റ്റിച്ച് എടുക്കാൻ കൊടുക്കാതെ കുനിച്ച് വെച്ചിട്ടൊക്കെ പിന്നെ ഒരുവിധം പറഞ്ഞ് നിവർത്തിയൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് എടുത്തത്. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇങ്ങനെ നിർബന്ധിച്ചെടുത്തതിൻ്റെയൊക്കെ ഒരു ദേഷ്യം പുള്ളിക്കാരിക്ക് എന്നോടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ദേഷ്യം കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നുവെച്ചാൽ നന്നായിട്ട് പേടിച്ച്, അതാണ് സീന്. പിന്നെ സ്റ്റിച്ചെല്ലാം എടുത്തുകൊണ്ട് മുറിവിൻ്റെ പാട് കാണിക്കാൻ പറയുമ്പോൾ കാണിക്കാതെ തലതിരിച്ചിരിക്കാനുണ്ട്. ഇവിടെയാണ് മുറിവ്. അത് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇടാം, എന്നിട്ടേ മനസ്സിലാവത്തുള്ളൂ സ്റ്റിച്ച് എവിടെയായിരുന്നു മുറിവെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഡോറയുടെ സ്റ്റിച്ചൊക്കെ എടുത്തു. പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. നമ്മുടെ പ്രിൻസസ് ഓഫ് മായാവിയിലെ ലുട്ടാപ്പിയും ആര്യയും ഉണ്ട്. അതിൻ്റെ നമ്മളിങ്ങനെ ഇരിക്കണേ. എന്നെക്കാളും ഗ്ലാമർ ഇല്ലേ ചേട്ടാ? എവിടെ നോക്കട്ടെ തിരിച്ചാണ് വേണ്ട. ഇല്ല, കണ്ടോ, എനിക്ക് അത്രയും ഇതില്ല. നീ പക്ഷെ ഭയങ്കര ലുക്കാണെന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ അല്ലേ തന്നെ? ഇതിൽ വെളുപ്പ് വിനോദ് ചേട്ടൻ ഇല്ല, എന്നേക്കാളും വെളുപ്പ് കൂടുതലും എന്നേക്കാളും ഗ്ലാമറും അവനാണ്. അല്ല ഫിൽറ്റർ അല്ല, നോർമൽ. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ ഉണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നത് ഇവനാണ് ഗ്ലാമർ എന്നല്ലേ. ഞാൻ ഗ്ലാമർ ആണ്. മമ്മിയാ